തലശ്ശേരിക്ക് പിന്നാലെ മാഹി പള്ളൂരിലും മോഷണ പരമ്പര. പള്ളൂരിൽ ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ സ്വർണ്ണമാല കവർന്നു. കവർച്ചയ്ക്ക് ശേഷം സമീപത്തെ വീട്ടിലെ ബൈക്കുമായി മോഷ്ടാക്കൾ കടന്നുകളഞ്ഞു. മറ്റു 3 വീടുകളിലും മോഷണ ശ്രമം നടന്നു. ചൊവ്വാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം. പള്ളൂരിലെ നാലുതുറ കൊയ്യോട്ടുതെരു ഗണപതി ക്ഷേത്രത്തിന് സമീപം പാച്ചക്കണ്ടിയിലെ പവിത്രന്റെ വീട്ടിലാണ് പുലർച്ചെ 2:30യോടെ മോഷണം നടന്നത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന പവിത്രന്റെ ഭാര്യ ബിന്ദുവിന്റെ കഴുത്തിലെ മാലയാണ് മോഷ്ടാവ് പൊട്ടിച്ചത്. മാല പൊട്ടിക്കുന്നതിനിടയിൽ ബിന്ദുവിന്റെ കഴുത്തിലും മുറിവേറ്റിട്ടുണ്ട്. വീടിന് പിൻഭാഗത്തെ വരാന്തയിലെ പൂട്ടുപൊളിച്ച് അടുക്കളവാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. പവിത്രനും ഭാര്യയും മകളുമാണ് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ഇതേ സമയത്ത് മോഷ്ടാവ് മുകളിലെ മുറിയിൽ കയറുകയും ശബ്ദം കേട്ടുണർന്ന മകൾ നിലവിളിക്കുകയും ചെയ്തതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ബിന്ദുവിന്റെ 1.5 പവൻ തൂക്കം വരുന്ന താലിമാലയാണ് മോഷണം പോയത്. ബൈപ്പാസ് സർവീസ് റോഡിന് സമീപത്തെ ഗുരുസിപ്പറമ്പത്ത് ഗീതാഞ്ജലിയിലെ സതീശന്റെ ബൈക്കും കവർന്നു. സതീശന്റെ വീട്ടിൽ കയറാനുള്ള ശ്രമവും നടന്നിരുന്നു. ഇതിന് തൊട്ടടുത്തുള്ള രാജീവിന്റെ ബൈക്ക് മോഷ്ടിക്കാനുള്ള ശ്രമം വിഫലമായി. ബൈക്കിന് കേടുപാടുകൾ വരുത്തിയാണ് മോഷ്ടാക്കൾ കടന്നുകളഞ്ഞത്. ഇന്ന് പുലർച്ചയോട് കൂടിയാണ്. അപ്പോൾ അമ്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വേറെ ആരും കൂടി ഇല്ല. താഴത്തെ റൂമും മൊത്തം വലിച്ചിട്ടിട്ടാണ്. അതുപോലെ മോളെ തലവരയിൽ ഒന്നുമില്ല, എല്ലാം വാരി വലിച്ചിട്ടിട്ടാണ്. അപ്പോൾ മോളെ ചെറിയൊരു കമ്മലുണ്ടായിരുന്നു, ഒരു ഡബ്ബയിലിട്ട് വെച്ചതാണ്. അപ്പോൾ ആ ഡബ്ബ മാത്രമുണ്ട്, അതിൻ്റെ ഉള്ളിൽ കമ്മൽ നഷ്ടപ്പെട്ടിന്. അപ്പോൾ എല്ലാം ഒന്നുമില്ല, എല്ലാം വാരി വലിച്ച് ആകെ മൊത്തം അലങ്കോലാക്കി ഇട്ടിട്ടാണ്. പൊട്ടിച്ച് ഉള്ളിക്കാരി മേലത്തെ മകനും ഭാര്യയും ഉറങ്ങുന്ന റൂമിലേക്ക് കയറി അവിടെ ഭാര്യ വലിച്ചിട്ട് താഴെ ഇറങ്ങിയതിന് ശേഷം എൻ്റെ റൂമിൽ ഒരാൾ വന്ന് ഭാര്യയുടെ മാല പൊട്ടിച്ച് പുറത്തേക്ക് കൂടുമ്പോഴാണ് ഭാര്യ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഉറക്ക് ഞെട്ടി അയാളെ പിന്നാലെ ഞാനും പോയി. അപ്പോഴത്തേക്കും അയാൾ കടന്നു കളഞ്ഞിരുന്നു. 2 ആൾ മേലെ പോയെന്ന് മകൻ്റെ ഭാര്യ പറഞ്ഞു. താഴെ എൻ്റെ ഭാര്യയെ മാല മോഷ്ടിച്ചത് ഒരാളാണ്. അയാൾ ഒരു ചുവന്ന ഷഡ്ഡി പോലത്തെ ഒരു ഡ്രസ്സ്, തലയിലൊരു കെട്ടും അതുപോലെ മുഴുവനായിട്ട് കെട്ടി. നന്ദനം വീട്ടിൽ ചന്ദ്രികയുടെ വീട്ടിൽ നിന്നും സ്വർണ്ണ കമ്മൽ മോഷണം പോയി. വീട്ടിലെ അലമാര കുത്തി തുറന്ന് സാധനങ്ങളും മറ്റുമെല്ലാം വാരിവലിച്ചിട്ട നിലയിലാണ്. സമീപത്തെ ആൾതാമസമില്ലാത്ത വീടുകളിലും മോഷണശ്രമം നടന്നിരുന്നു. വീടുകളുടെ ഗ്രിൽസിന്റെ പൂട്ടും ബൾബുമെല്ലാം മോഷ്ടാക്കൾ അടിച്ചുപൊട്ടിച്ച നിലയിലായിരുന്നു. കണ്ണൂരിൽ നിന്ന് ഡോഗ് സ്ക്വാഡും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പള്ളൂർ പോലീസ് സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.